നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. 4 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക്. തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ ആകെയുണ്ടായിരുന്നത് 42 വിദ്യാർത്ഥികളാണ്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, രാവിലെ തന്നെ അത്ര നല്ലതല്ലാത്തൊരു വാർത്തയാണ് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതിൽ വിഷമമുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ലല്ലോ അല്ലേ? അല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നാവായിക്കുളം എതുക്കാടാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3:30 അപകടം. തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിഴിഞ്ഞം പോർട്ടിലേക്ക് പഠനാവശ്യത്തിന് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലാകെ 42 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ കൊല്ലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. റോഡിൽ നിന്ന് താഴേക്ക് വട്ടം മറിഞ്ഞ വാഹനം അവിടെ ഒരു വ്യക്തിയുടെ വീടിന് മുറ്റത്തേക്കാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ വീട് ബസ് അവിടെ നിന്ന് കൂടുതൽ ഇതിലേക്ക് മറിഞ്ഞിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മറ്റ് വിദ്യാർത്ഥികൾക്ക് ഉള്ള പരിക്ക് അത്രമേൽ സാരമുള്ളതല്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള 4 വിദ്യാർത്ഥികളെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുനിൽ, രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഉടൻ തന്നെ തുടങ്ങിയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സമയത്താണല്ലോ അപകടം ഉണ്ടായിരുന്നത്. ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കൂടിയാണ് അപകടം ഉണ്ടാവുന്നത്. ബസ് മറിഞ്ഞ് വലിയ ശബ്ദം ഉണ്ടാവുന്നു. വിദ്യാർത്ഥികൾ മറ്റും കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. മാത്രമല്ല, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീടിന് മുറ്റത്തേക്ക് തൊട്ടടുത്തേക്കാണ് മുറ്റത്തിനടുത്തേക്കാണ് ഈ ബസ് മറിഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസാണ് അവിടേക്ക് ആദ്യം എത്തുന്നത്. നാട്ടുകാർക്കൊപ്പം തന്നെ പോലീസും അവിടേക്ക് എത്തി എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഫയർഫോഴ്സും അപ്പോഴേക്കും സ്ഥലത്തേക്ക് എത്തിയിരുന്നു. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പുറത്തെടുക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ബസിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന 4 കുട്ടികൾക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ ഡ്രൈവറുടെ നിലയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ സുനിൽ? ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും നിലവിലിപ്പോൾ 4 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് പോലീസിന് ലഭിക്കുന്നത്. 4 വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായി പരിക്കുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നു എന്നാണ് നമുക്ക് പോലീസിന് ലഭിക്കുന്ന വിവരം. അതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമികമായ വിവരം. ശരി, സുനിൽ ഐസക് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബസ്സിൽ ആകെ ഉണ്ടായിരുന്നത് 42 വിദ്യാർത്ഥികളാണ്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളാണ് സുനിൽ പങ്കുവച്ചത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് ആണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത്.